എല്ലാവർക്കും നമസ്കാരം. കേരള ബജറ്റ് 2023 അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനായിരിക്കും ഇത്. അപ്പോൾ കേരള ബജറ്റ് 2023 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഫസ്റ്റ്, കേരള ബജറ്റിലെ വരുമാനം 1.35 ലക്ഷം കോടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 1.35 ലക്ഷം കോടി. ചെലവ് 1.76 ലാക്ക് ക്രോറാണ്. 1.35 ലാക്ക് ക്രോർ വരുമാനവും ചെലവ് 1.76 ലക്ഷം കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. റവന്യൂ കമ്മി എന്ന് പറയുന്നത്, റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 23,855 കോടിയാണ്. ധനക്കമ്മി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 39,662 62 കോടിയാണ്. ഇതിൽ ധനക്കമ്മി എന്ന് പറയുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മോണിറ്ററി എന്ന് പറയുന്നത് RBI ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ 39,662 കോടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ FISCAL എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എന്ന് പറയുന്ന ആ ടേം ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മോണിറ്ററി എന്ന് പറയുന്നത് RBI ആയിട്ട് ബന്ധപ്പെട്ട, സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഞ്ചാമത്തേത്, ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ മെയ്ക്ക് ഇൻ കേരള 100 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. 100 കോടി എന്തിനാണ്? മെയ്ക്ക് ഇൻ കേരള എന്ന പദ്ധതിയാണ്. മെയ്ക്ക് ഇൻ കേരള, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ബൂസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ മെയ്ക്ക് ഇൻ കേരള, കേരളത്തിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണിത്. 6, വിഴിഞ്ഞം തുറമുഖ വ്യവസായ ഇടനാഴി കോറിഡോർ, ഇൻഡസ്ട്രിയൽ കോറിഡോർ. വിഴിഞ്ഞം ഇൻഡസ്ട്രിയൽ കോറിഡോറിന് എത്രയാണ്? 60,000 കോടി. ഇതിൽ റിംഗ് റോഡിന് വേണ്ടി 1000 കോടിയാണ്. 1000 കോടിയാണ് നീക്കി വച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ വ്യവസായ ഇടനാഴി, വിഴിഞ്ഞം പോർട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്നാണ് പറയുന്നത്, 60,000 കോടി. 7, നേർക്കാഴ്ച പദ്ധതി. എല്ലാവരുടെയും കണ്ണിൻ്റെ സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് നേർക്കാഴ്ച പദ്ധതി. നേത്രരോഗം, നേർക്കാഴ്ച പദ്ധതി നേത്രരോഗവുമായി ബന്ധപ്പെട്ടാണ്. 8, കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴി, കൊച്ചി പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 10,000 കോടിയുടെ നിക്ഷേപമാണ് പറഞ്ഞിരിക്കുന്നത്. 9, വിലക്കയറ്റ് നിയന്ത്രിക്കുന്നതിൽ 2,000 കോടി. എന്താണ് ഈ വിലക്കയറ്റം എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ, ജനറൽ റൈസ് ഓഫ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് എന്നാണ് ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നത്. ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ നല്ലതാണെന്നും അത് എക്കോണമിക് ബൂസ്റ്റ് ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 6% കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പറ്റാതാവുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലി സാധ്യത, എക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ താഴെ പോവുകയും ചെയ്യും. അപ്പോൾ 2,000 കോടി എന്തിനാണ് നീക്കിയിരിക്കുന്നത്? ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനാണ്. ഈ വിലക്കയറ്റം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് 2,000 കോടി. 2,000 കോടിയാണ്. 10, കയർ ചകിരി വില സ്ഥിരത ഫണ്ട് 38 കോടി. പൈസയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, അതായത് ഈ പറയുന്ന കയർ ചകിരി എന്നിവയുടെ വിലയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വില സ്ഥിരതാ ഫണ്ട് 38 കോടി. 11, കശുവണ്ടി മേഖല പുനരുജ്ജീവന പാക്കേജ്, റീജുവനേഷൻ ഓഫ് കാഷ്യൂ ഇൻഡസ്ട്രീസ്, കശുവണ്ടി മേഖല പുനരുജ്ജീവന പാക്കേജിന് എത്രയാണ്? 30 കോടിയാണ്. 30 കോടി. 12, കെ ഫോൺ പദ്ധതി 100 കോടിയാണ്. ബ്രോഡ്ബാൻഡ് സർവീസസ് എത്തിക്കാനുള്ള കെ ഫോൺ പദ്ധതി, സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതിക്ക് എത്രയാണ്? 100 കോടിയാണ്. 100 കോടി. KSRTCക്ക് 131 കോടി, റിവൈവ് ചെയ്യാൻ വേണ്ടി 131 കോടി. 14, വിനോദസഞ്ചാര മേഖലയ്ക്ക് 362.15 കോടി. മെൻസ്ട്രൽ കപ്പ് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് 10 കോടി. മെൻസ്ട്രൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് 10 കോടി. അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് 10 കോടിയാണ്. 16, പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ സെസ് കൂട്ടുന്നു എന്ന് പറയുന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിനാണ് 2 രൂപ സെസ്. 17, മോട്ടോർ വാഹന നികുതി വർധന 2% വരെയാണ് കൂടിയിരിക്കുന്നത്. മോട്ടോർ വാഹന നികുതി വർധനവ് 2% വരെ ആണ് കൂട്ടിയിരിക്കുന്നത്. 18, ടാക്സികളുടെ ഒറ്റത്തവണ നികുതി 5% കുറച്ചു. ടാക്സീസ്, ഇലക്ട്രോണിക് ടാക്സീസ്, അതായത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ബൂസ്റ്റ് എന്ന രീതിയിലാണ് ടാക്സി ഒറ്റത്തവണ നികുതി 5% കുറച്ചു. 19, അബ്കാരി കുടിശ്ശിക തീർപ്പാക്കാൻ ആംനസ്റ്റി സ്കീം, അബ്കാരി കുടിശ്ശികകൾ തീർപ്പാക്കാൻ വേണ്ടി ഒരു ആംനസ്റ്റി സ്കീം വരുമെന്ന് പറയുന്നു. 20, കൃഷിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനും സംഘങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും പുതിയ പദ്ധതി സീറ്റ 34.50 കോടിയാണ്. കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവാണ് ഇത്. കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഈ കാർഷിക മേഖലയിൽ ടെക്നോളജി യൂസേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് സീറ്റ. 34.50 കോടിയാണ്. 21, അങ്കണവാടി പ്രവർത്തനങ്ങൾക്ക് ഇൻഷുറൻസ്, അങ്കണവാടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ്, അങ്കണം എന്ന് പറഞ്ഞ ഇൻഷുറൻസ്. 22, അഴീക്കൽ അന്താരാഷ്ട്ര തുറമുഖം 3,698 കോടി.
3698 കോടിയാണ് അഴീക്കൽ അന്താരാഷ്ട്ര തുറമുഖമാക്കാൻ വേണ്ടിയിട്ടുള്ളത്. 23 തേങ്ങയുടെ സംഭരണ വില 34 രൂപയാക്കി ഉയർത്തി. MSP എന്ന് കേട്ടിട്ടില്ലേ, മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് 34 രൂപയായിട്ട് ഉയർത്തി. കുടുംബശ്രീക്ക് 260 കോടി, കുടുംബശ്രീക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന 260 കോടിയാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ 91 കോടി. റബ്ബർ സബ്സിഡി 600 കോടി. 27 ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് കൊച്ചിയിലും തിരുവനന്തപുരത്തും സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. 20 കോടി ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്. ഫിഷറീസ് ഇന്നൊവേഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഫിഷറീസ് ഇന്നൊവേഷൻ കൗൺസിൽ കേരളത്തിൽ. അതുപോലെ 29ാമത്തെ ഏറ്റവും ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കേരള ഗ്രാഫീൻ സെൻറ്റർ ഈ സെപ്റ്റംബർ മുതൽ 2023 സെപ്റ്റംബർ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന പറഞ്ഞ് 86 കോടി. ഇത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിന് ഈ പറഞ്ഞ അംഗൻവാടി പ്രവർത്തകർക്ക് അതുപോലെ തന്നെ കുടുംബശ്രീക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സിന് വ്യാവസായിക ഇടനാഴികൾക്ക്, അതുപോലെ തന്നെ K-Fund പദ്ധതി, മിനിമം സപ്പോർട്ട് പ്രൈസ്, പിന്നെ വിഴിഞ്ഞം തുറമുഖ വ്യവസായ ഇടനാഴി, അതുപോലെ റിംഗ് റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ മെയ്ക്ക് ഇൻ കേരള, സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ബൂസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഓൺട്രപ്രണർഷിപ്പ് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേരള ബഡ്ജറ്റ് 2023 പ്രധാന വസ്തുതകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ.